ഇന്ന് നമ്മളൊരു മധുരമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ പായസം കടലപ്പായസമാണ് കേട്ടോ. കടലപ്പായസം കഴിക്കാത്തൊരു വീഡിയോ മുഴുവൻ കാണാം, എന്നിട്ട് ഉണ്ടാക്കി നോക്കാം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ പായസം. ഈ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് കടലപ്പരിപ്പ് വേണം. കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം അത് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് കൊടുക്കുക. 2 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ സിമ്മിൽ വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. 10 മിനിറ്റ് വേവണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വേവില്ല. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് 200 തൊട്ട് 250 ഗ്രാം വരെ ശർക്കര എടുക്കാം കേട്ടോ. കുറഞ്ഞ മധുരമാണെങ്കിൽ 200 ഗ്രാം എടുത്താൽ മതി. നല്ല ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ 250 ഗ്രാം എടുക്കണം. അത് നന്നായിട്ട് ഉരുക്കി മാറ്റി വയ്ക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരക്കൊത്താണ്. അപ്പോൾ 1/2 കപ്പ് നാളികേരക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ളത് എടുക്കുക കേട്ടോ. നമുക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ കുറച്ച് എടുത്താൽ മതി. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ട് വേവിച്ച് വെച്ച പരിപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് വറ്റാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചതാണ് കേട്ടോ. കാണുമ്പോൾ ഇത് വെന്തിട്ടില്ല എന്ന് തോന്നും, പക്ഷെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ വറുത്തെടുക്കണ കാരണം അതിങ്ങനെ ഉടഞ്ഞു പോവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വറുക്കാണ്ട് നമ്മൾ കുതിർത്തിയിട്ട് വേവിക്കുകയാണെങ്കിൽ വേഗം ഉടഞ്ഞിങ്ങനെ പോകും. ഇത് ചെറുതായിട്ട് തരിതരിപ്പായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ വറുക്കാണ്ട് വേണമെങ്കിൽ വറുക്കാണ്ട് വയ്ക്കാം, വറുത്തിട്ട് വേണമെങ്കിൽ വറുത്തിട്ടാക്കാം. അതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ പരിപ്പ് നന്നായിട്ട് വരട്ടി എടുക്കണം. നന്നായിട്ട് വരണ്ടെടുക്കണം. പിന്നെ അതിൽ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വരട്ടണം കേട്ടോ ശർക്കരയിലിട്ടിട്ട്. പിന്നെ ഇതിൽ നമ്മളൊരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കട്ടായിപ്പോയി. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ നാളികേരപ്പാൽ തയ്യാറാക്കി വെച്ചത് ഒരു 2 കപ്പ് രണ്ടാം പാലുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ടാം പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക പരിപ്പ്. അപ്പോൾ അതേ ഇങ്ങനെ കുറുകി ഇത്രയൊക്കെ ആയി കേട്ടോ. ഇനി നമ്മൾ കുറുകി വരുമ്പോൾ ഒന്നാം പാല് ചേർക്കുക. അപ്പോൾ 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ ചേർക്കാം കേട്ടോ. നമുക്ക് ലൂസ് അനുസരിച്ചിട്ട് ചേർക്കാം. ഇതിവിടെ രണ്ടാം പാലിലുള്ളത് നന്നായിട്ട് വഴറ്റിയെടുത്ത കാരണം 1.5 കപ്പ് ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്നാം പാൽ ഒഴിക്കുന്ന സമയത്ത് സിമ്മിൽ വെച്ചാൽ മതി. ഇനി തിളപ്പിക്കേണ്ട. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ നാളികേരക്കൊത്തൊന്ന് വറുത്തിടണം. അപ്പോൾ നെയ്യാണ് വേണ്ടത്. ഇവിടെ നെയ്യില്ലാത്ത കാരണം ബട്ടറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നെയ്യാണെങ്കിൽ ഒരു 2 ടീസ്പൂണോ 1-1.5 ടീസ്പൂണോളം എടുത്താൽ മതി. അത്ര നെയ്യ് എടുത്തിട്ട് അതിൽ നാളികേരക്കൊത്തൊന്ന് വഴറ്റി ചേർക്കുക. നാളികേരക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ചേർക്കാം കേട്ടോ. ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. നാളികേരക്കൊത്ത് ഇത്ര ആവശ്യമില്ലെങ്കിൽ ഇത്ര ചേർക്കണ്ട. ഇവിടെ അത്ര കടിക്കാൻ ഇഷ്ടമുള്ളതാണ് ആയതുകൊണ്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 കൊത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതി കേട്ടോ. ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതും കൂടെ നമ്മളുടെ പായസത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയില്ലേ? ഇത്രയൊക്കെയുള്ള പണി. ഉണ്ടാക്കി നോക്കുക. പായസം കുടിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല പായസമാണ്. നന്നായിട്ട് വേവിച്ച് നല്ല ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി അടപ്രഥമൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് കടലപ്രഥമൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.